നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ലീനിയർ ഓർ നോൺ ലീനിയർ എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള പ്രോബ്ലമാണ്. നമുക്ക് 4 സിസ്റ്റംസ് തന്നിട്ടുണ്ട്. ചെക്ക് വെദർ ദ ഫോളോയിങ് സിസ്റ്റംസ് ആർ ലീനിയർ ഓർ നോട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റംസും ഉണ്ട്, ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്യാം. dy ബൈ ഡി ടി, ഇത് കണ്ടിന്യൂസ് ടൈം സിസ്റ്റമാണ്, അതുകൊണ്ട് തന്നെ എല്ലാം ടിയിലാണ് തന്നിരിക്കുന്നത്. ടി സ്ക്വയർ എക്സ് ഓഫ് ടി, ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇനി ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ y1 ഓഫ് ടി എഴുതാം. y1 ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിന് കൊടുക്കാം dy y1 ഓഫ് ടി പ്ലസ് 3t y1 ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഇൻറ്റു x1 ഓഫ് ടി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, സ്മോൾ ലെറ്റർ എ. അപ്പോൾ ഇവിടെ എ ഇൻറ്റു dy y1 ഓഫ് ടി ബൈ ഡി ടി പ്ലസ് 3at y1 ഓഫ് ടി ഈക്വൽ ടു എ ഇൻറ്റു ടി സ്ക്വയർ x1 ഓഫ് ടി. ഇതേപോലെ ബി കൊണ്ട് ചെയ്തിട്ട് എഴുതണം. ബി ഇൻറ്റു dy y2 ഓഫ് ടി ബൈ ഡി ടി പ്ലസ് 3bt y2 ഓഫ് ടി ഈക്വൽ ടു ബി ടി സ്ക്വയർ x2 ഓഫ് ടി. എല്ലാം 2y. നമുക്കിത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എ ഇൻറ്റു ടി ബൈ ഡി ടി ഓഫ് y1 ഓഫ് ടി പ്ലസ് 3at y1 ഓഫ് ടി പ്ലസ് ലെഫ്റ്റ് സൈഡ്സ് ആഡ് ചെയ്യാം ബി dy y2 ഓഫ് ടി ബൈ ഡി ടി പ്ലസ് 3bt y2 ഓഫ് ടി ഈക്വൽ ടു രണ്ടിൻ്റെ ആഡ് ചെയ്യുമ്പോൾ എ ഇൻറ്റു ടി സ്ക്വയർ x1 ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ടി സ്ക്വയർ x2 ഓഫ് ടി. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ആദ്യം ഫസ്റ്റ് വണ്ണിൽ എ ഇൻറ്റു എല്ലാം y1 ഓഫ് ടി x1 ഓഫ് ടി അങ്ങനെ ഒരു ഫോമിലാക്കി, എന്നിട്ട് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ രണ്ടാമത്തത് എല്ലാം y2 x2 ആക്കി, എന്നിട്ട് അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അവർ തമ്മിൽ ആഡ് ചെയ്തു. അപ്പോൾ ഇതാണ് വെയ്റ്റഡ് സം ഓഫ് വെയ്റ്റഡ് ഇൻപുട്ട്സ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി ഇതേപോലെ എന്ത് ചെയ്യണം? പകരം സം ഓഫ് വെയ്റ്റഡ് ഔട്ട്പുട്ട്സ് നോക്കണം. അതായത് ഇവിടെ തന്നെ ഞാൻ റബ്ബ് ചെയ്തിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഫൈനൽ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ പകരം എന്ത് ചെയ്യണം? എക്സ് ഓഫ് ടി ഉള്ളിടത്തൊക്കെ എ x1 ഓഫ് ടി പ്ലസ് ബി x2 ഓഫ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ y ഓഫ് ടി ഉള്ളിടത്ത് എ y1 ഓഫ് ടി പ്ലസ് ബി y2 ഓഫ് ടി എന്നാക്കി മാറ്റണം. y ഓഫ് ടീനെ ചേഞ്ച് ചെയ്യുക, എക്സ് ഓഫ് ടീനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യുക. അതാണ് നമ്മുടെ y3 ഓഫ് ടി. y3 ഓഫ് ടി ഈക്വൽ ടു ഇതാണ് ഇവിടുത്തെ y3 ഓഫ് ടി ആദ്യത്തെ കേസിൽ. ഇത് രണ്ടും സെയിം ആയിട്ട് കിട്ടണം. അപ്പോൾ y ഓഫ് ടി എങ്ങനെയാണ് മാറേണ്ടത്? y ഓഫ് ടി ഉള്ളിടത്തൊക്കെ എ ഇൻറ്റു അല്ലേ കോൺസ്റ്റൻറ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഡെറിവേഷൻ ആയതുകൊണ്ട്. അപ്പോൾ എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് y1 ഓഫ് ടി പ്ലസ് 3at y ഓഫ് ടി ഉള്ളിടത്തൊക്കെ ആദ്യത്തേൽ y ഓഫ് ടി ഉള്ളിടത്തൊക്കെ എ y1 ഓഫ് ടി പ്ലസ് ബി y2 ഓഫ് ടി എന്നുണ്ട്. d by dt of a into y1 of t plus b y2 of t plus 3t y of t യുടെ സ്ഥാനത്ത് a y1 of t plus b y2 of t equal to t square into x of t കൊടുത്ത് എ x1 ഓഫ് ടി പ്ലസ് ബി x2 ഓഫ് ടി എന്നാക്കുക. ഇനി ഇത് ബ്രാക്കറ്റ്സ് ഫുൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ y3 ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇവിടെ എ ഇൻറ്റു y1 ഓഫ് ടിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തു, ബാക്കി dy y1 ഓഫ് ടി ബൈ ഡി ടി പ്ലസ് രണ്ടാമത്തെ ടേമിൻ്റെ നോക്കാം, ബി കോൺസ്റ്റൻ്റ് ആയിട്ട് അഗൈൻ പുറത്തേക്ക് എടുത്തു, ഡി ബൈ ഡി ടി ഓഫ് y2 ഓഫ് ടി plus 3at y1 of t plus 3bt y2 of t is equal to ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ടി സ്ക്വയർ
a x1 of t plus b t square x2 of t. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം സെയിം ആണെന്ന് നോക്കിയേ. a dt of y1 of t plus 3at y1 of t plus b d by dt of y2 of t plus 3bt y2 of t equal to at square x1 of t plus bt square x2 of t. അപ്പോൾ സിൻസ് ഇക്വേഷൻ 1 ഈക്വൽ ടു ഇക്വേഷൻ 2 ആയതുകൊണ്ട് തന്നെ സിസ്റ്റം ഈസ് ലീനിയർ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലീനിയാരിറ്റി ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, തന്നിട്ടുള്ള ഇക്വേഷൻസിൽ y1 of t ആദ്യം എല്ലാം y1 x1 എന്നുള്ള ഫോം ആക്കുക, എന്നിട്ട് അതിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് കണ്ടീഷനിൽ y2 x2 എന്ന് ആക്കുക, എന്നിട്ട് b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അവർ തമ്മിൽ ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടിയത് ഫസ്റ്റ് വൺ. അതിനുശേഷം പിന്നത്തെ ടൈമിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി ഉള്ളിടത്തൊക്കെ എ x1 of t പ്ലസ് ബി x2 of t എന്ന് ഒരുമിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y of t ഉള്ള പ്ലേസിലൊക്കെ എ y1 of t പ്ലസ് ബി y2 of t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടും പിന്നെ ആദ്യത്തെ കേസും രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. രണ്ട് ഇക്വേഷൻസ് സെയിം ആയിട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റംസ് ഒക്കെ ലീനിയർ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ സിസ്റ്റം ലീനിയർ ആണ്. നമുക്ക് ഇതേപോലെ ഇനി ബാക്കിയുള്ള 3 എണ്ണം നോക്കാം. സെക്കൻഡ് സിസ്റ്റം നോക്കാം നമുക്ക്. y of t equal to e raised to x of t. y of t equal to e raised to x of t എന്ന് കിട്ടി നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ y1 of t എഴുതാം. y1 of t equal to e raised to x1 of t. y2 of t equal to e raised to x2 of t. ഇനി നമുക്ക് എഴുതേണ്ടത് y3 of t. അതിന് മുന്നേ ഇതിനെ നമ്മൾ പറയാൻ പോകുന്നത് ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്. ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്, അതാണ് y3 of t. y3 of t equal to response of time response t of a x1 of t plus b x2 of t. ഇതാണ് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്സിൻ്റെ റെസ്പോൺസ്. അതാണ് ടി ഓഫ് എ x1 of t പ്ലസ് ബി x2 of t. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക, y of t നോക്കുക. അതിൽ x of t ഉള്ള പ്ലേസിലൊക്കെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഒരുമിച്ച്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, e raised to x of tയുടെ പ്ലേസിൽ a x1 of t പ്ലസ് ബി x2 of t എന്ന് കിട്ടും. ഇത് നമുക്കറിയാം ഇ റേസ് ടുവിൻ്റെ പവറിൽ സമ്മേഷൻ വരുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, ഇ റേസ് ടു എ x1 of t ഇൻറ്റു ഇ റേസ് ടു ബി x2 of t. എങ്ങനെ വേണേൽ എഴുതാം, അപ്പോൾ ആദ്യത്തെ പോലെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി പകരം സം ഓഫ് weighted sum of outputs is, അതായത് രണ്ട് സെപ്പറേറ്റ് ഔട്ട്പുട്ട് നമുക്കുണ്ട് ഇപ്പോൾ y1 y2. അതിൻ്റെ വെയ്റ്റഡ് സമ്മിനെ എങ്ങനെയാണെന്ന് നോക്കണം. അത് രണ്ടും എന്ത് സെയിം ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് പകരം നമുക്ക് y1 of t പ്ലസ് y2 of t നോക്കാം. y3 of t equal to a ഇൻറ്റു y1 of t പ്ലസ് b ഇൻറ്റു y2 of t. അപ്പോൾ എങ്ങനെ വരും, a ഇൻറ്റു y1 of tയുടെ പ്ലേസിൽ a ഇൻറ്റു ഇ റേസ് ടു x1 of t പ്ലസ് b ഇൻറ്റു ഇ റേസ് ടു x2 of t. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1 and 2 സെയിം ആണോ നോക്കാം. നോക്കിക്കേ, ഇ റേസ് ടു എ x1 of t എന്നാണ് ഇക്വേഷൻ നമ്പർ 1 കിടക്കുന്നത്. പക്ഷേ ഇവിടെ a ഇൻറ്റു ഇ റേസ് ടു x1 of t. സോ ഈ രണ്ട് ഇക്വേഷൻസും ഈക്വൽ അല്ല. 1 ഈസ് നോട്ട് ഈക്വൽ ടു 2. ദെർഫോർ സിസ്റ്റം ഈസ് നോൺ ലീനിയർ. ഇത് രണ്ടും സെയിം ആയാൽ മാത്രമാണ് ലീനിയർ ആവുക. ഇതിപ്പോൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് നോൺ ലീനിയർ ആണ്. അങ്ങനെയാണ് നമ്മൾ ലീനിയാരിറ്റി ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് രണ്ടും ടൈം ഡൊമൈനിലായിരുന്നു. ഇനി നമുക്ക് രണ്ടെണ്ണം കണ്ടിന്യൂസ് ടൈമിലായിരുന്നു ആദ്യം ചെയ്തത്. ഇനി നമ്മൾ ഡിസ്ക്രീറ്റ് ടൈമിലുള്ള സിസ്റ്റത്തിനെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തേർഡ് വൺ നമുക്ക് നോക്കാം.
y of n equal to a x of n plus b. അപ്പോൾ നമുക്ക് ആദ്യം y1 of n എഴുതാം. a into x1 of n plus b എന്നാവും. y2 of n equal to a into x2 of n plus b. അപ്പോൾ output due to weighted sum of input ആദ്യം നോക്കാം. output due to weighted sum of input. അതായത് y3 of n is equal to time response of a x1 of n plus b into x2 of n. ടിയുടെ സ്ഥാനത്തൊക്കെ n ആവും. ഇപ്പം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ എ ഇൻറ്റു എക്സ് ഓഫ് എൻ ഉള്ള പ്ലേസിൽ എന്താവണം? എ x1 of n പ്ലസ് ബി x2 of n എന്ന് ചേഞ്ച് ചെയ്യണം. a x1 of n plus b x2 of n all bracket ക്ലോസ് ചെയ്തിട്ട് പ്ലസ് ബി. ഇതാണ് ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്. ഇനി വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് നോക്കണം. ഇത് ഇക്വേഷൻ നമ്പർ 1. വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സ് ഈസ് അപ്പോൾ അതറിയാനായിട്ട് y3 of n equal to a into y1 of n plus b into y2 of n ചെയ്യാം. അതായത് a into y1 of n. അപ്പോൾ സ്മോൾ a into ക്യാപിറ്റൽ A into y1 of n എന്ന് പറയുമ്പോൾ a into x1 of n plus b plus small b into y2 of n a x2 of n plus b. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം സെയിം ആണോ നോക്കിയേ. ഇവിടെ കണ്ടോ, കോമൺ ആയിട്ട് ഒറ്റ പ്ലസ് ബി ഉള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ഓൾറെഡി തന്നെ എന്ത് വരും? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എ ബി എന്നൊരു ടേം വരും, ബി ബി എന്നൊരു ടേം വേറെ വരും. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഡിഫറെൻ്റ് ആണ് അല്ലേ. പിന്നെ എ ഇൻറ്റു എ x1 of n-ഉം അത് ഓക്കെയാണ്, എ ഇൻറ്റു ബി x2 of n-ഉം ഓക്കെയാണ്. പക്ഷേ ബിയുടെ ടേംസ് വരുമ്പോൾ ഇവിടെ പ്ലസ് ബി ഒറ്റ ടേമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ആ സിംഗിൾ ടേമിന് പകരം എ ബി എന്നൊരു ടേമും ബി ബി എന്നൊരു ടേമും വരും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ. അപ്പോൾ അറിയാം നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഈസ് നോട്ട് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2. Therefore, the system is non-linear. അപ്പോൾ തന്നിരിക്കുന്ന ഗിവൺ സിസ്റ്റം നോൺ ലീനിയർ സിസ്റ്റം ആണ്. ഇതേപോലെ നമുക്ക് ലാസ്റ്റ് സിസ്റ്റം നോക്കാം. Fourth one, y of n equal to n into x of n. അപ്പോൾ y1 of n എഴുതാം. n into x of n മാത്രം x1 of n എന്നാവും. രണ്ടാമത്തത് n into x2 of n എന്നാവും. ഇനി ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്. ഔട്ട്പുട്ട് ഡ്യൂ ടു വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് y3 of n equal to time response of a x1 of n plus b x2 of n. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. n ഇൻറ്റു എക്സ് ഓഫ് എൻ. എക്സ് ഓഫ് എൻ ഉള്ള പ്ലേസിൽ എന്താവും? എ x1 of n പ്ലസ് ബി x2 of n. അതായത് എൻ എ x1 of n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം പ്ലസ് എൻ ബി x2 of n. ഇക്വേഷൻ നമ്പർ 1. ഇനി വെയ്റ്റഡ് സം ഓഫ് ഔട്ട്പുട്ട്സും കൂടെ നോക്കണം. weighted sum of outputs. y3 of n equal to a into y1 of n plus b into y2 of n. Substitute ചെയ്യുമ്പോൾ സ്മോൾ a into y1 of n പ്ലേസിൽ a n x1 of n plus b into y2 of n പ്ലേസിൽ n x2 of n. ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും ചെക്ക് ചെയ്യുക. എ എൻ x1 of n പ്ലസ് ബി എൻ x2 of n. Therefore, equation number 1 equal to equation number 2.
So the given system is linear. അപ്പോൾ തന്നിരിക്കുന്ന സിസ്റ്റം ഒരു ലീനിയർ സിസ്റ്റമാണ്. അപ്പോൾ ഇതാണ് ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അത് ഡിസ്ക്രീറ്റ് ആയാലും കണ്ടിന്യൂസ് ആയാലും ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലീനിയാരിറ്റി ചെക്ക് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് പഠിക്കാനുള്ള ഒരു മോഡൽ പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരുവിധം എല്ലാ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാമെന്നും അല്ലെങ്കിൽ ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ ടൈം വേരിയൻ്റ് ആണോ സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ കോസൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള എല്ലാ ടൈപ്പ് പ്രോബ്ലംസും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ഈ മൊഡ്യൂളിലത്തെ ബാക്കി റിമൈനിങ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം.